നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്നത് ജനങ്ങൾ ഭയരഹിതമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിലാണ്. എന്നാൽ നിർഭാഗ്യവശാൽ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അക്രമത്തിൻ്റെയും ഭീഷണിപ്പെടുത്തലുകളുടെയും കള്ളവോട്ടിൻ്റെയും രാഷ്ട്രീയ ഗുണ്ടായിസത്തിൻ്റെയും കറുത്ത ഏടുകൾ കാണാൻ സാധിക്കും. പതിറ്റാണ്ടുകളായി ബംഗാളിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ തൃണമൂൽ കോൺഗ്രസ് അണികൾ അഥവാ തൃണമൂൽ ഗുണ്ടകൾ അഴിഞ്ഞാറാറുണ്ടായിരുന്നു എന്ന ആരോപണം ശക്തമാണ്. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയും പോളിംഗ് ബൂത്തുകളിൽ അനാവശ്യമായി ഇടപെട്ടും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇക്കൂട്ടരുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ നിസ്സഹായരാകാറുണ്ട്. എന്നാൽ പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമാണ് പകർന്നു നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച കർശനമായ നടപടികളും കേന്ദ്രസേനയുടെ കൃത്യമായ വിന്യാസവും വഴി സംസ്ഥാനത്ത് കാലങ്ങളായി വേരുറപ്പിച്ച അക്രമ രാഷ്ട്രീയത്തെയും ഗുണ്ടായിസത്തെയും ഫലപ്രദമായി തടയുവാൻ കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. 14 ജില്ലകളിലായി 152 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് തികച്ചും സമാധാനപരമായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ അത് ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു അപൂർവ കാഴ്ചയായി മാറി. 44,376 പോളിംഗ് സ്റ്റേഷനുകളിൽ എവിടെയും ഒരു പുനർവോട്ടിംഗ് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുവാൻ സാധിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. സാധാരണയായി വോട്ടെടുപ്പ് ദിവസങ്ങളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പോളിംഗ് ബൂത്തുകൾക്ക് ചുറ്റും തമ്പടിക്കുകയും വോട്ടർമാരെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കാറുണ്ട് എന്ന ആരോപണം ഉയരാറുണ്ട്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ച കേന്ദ്രസേനയുടെ സാന്നിധ്യം ഇത്തരക്കാർക്ക് അഴിഞ്ഞാടാനുള്ള അവസരം പൂർണ്ണമായും ഇല്ലാതാക്കി. കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷാ വലയം കാരണം ബൂത്തുകൾക്ക് സമീപം അനാവശ്യമായി കൂട്ടം കൂടാനോ വോട്ടർമാരെ ഭയപ്പെടുത്താനോ ആർക്കും സാധിച്ചില്ല. മൈക്രോ ഒബ്സർവർമാരുടെ കൃത്യമായ നിരീക്ഷണവും അതിന് വലിയ തടസ്സമായി മാറി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ കർശന നിലപാടിന്റെ ഫലം വോട്ടർമാരുടെ എണ്ണത്തിലും പ്രകടമായിരുന്നു. 92.72% എന്ന അത്ഭുതകരമായ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് തങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ വോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം വോട്ടർമാരിൽ ഉണ്ടായതുകൊണ്ടാണ്. മുൻകാലങ്ങളിൽ അക്രമഭീതി കാരണം വോട്ട് ചെയ്യാൻ മടിച്ചിരുന്നവർ പോലും ഇത്തവണ നിർഭയം ബൂത്തുകളിലേക്ക് എത്തി. തൃണമൂൽ ഗുണ്ടകളുടെ ഭീഷണി ഭയന്ന് വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സാധാരണക്കാരും സ്ത്രീകളും വയോധികരും ഇത്തവണ പോളിംഗ് ബൂത്തുകളിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുരക്ഷാ സംവിധാനങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ്. രാഷ്ട്രീയ ഗുണ്ടകൾക്ക് ബൂത്തുകൾക്കുള്ളിൽ കയറി വോട്ടർമാരെ സ്വാധീനിക്കാനോ പ്രലോഭിപ്പിക്കാനോ ഉള്ള പഴുതുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടാൻ കമ്മീഷന് സാധിച്ചു. ഈ ആത്മവിശ്വാസമാണ് ജനാധിപത്യത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റാൻഡേർഡ് സ്ക്രൂട്ടണി മെക്കാനിസവും ഫീൽഡ് റിപ്പോർട്ടുകളും ഒബ്സർവർമാരുടെ ഇടപെടലുകളും വളരെ കൃത്യമായി പ്രവർത്തിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. രാഷ്ട്രീയ അട്ടിമറികൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അവിടെ കൂടുതൽ സേനയെ വിന്യസിക്കുവാൻ കമ്മീഷന് കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചേക്കാവുന്ന എല്ലാ കേന്ദ്രങ്ങളെയും സേന കർശനമായി നിരീക്ഷിച്ചു. ഇത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടയുന്നതിനും തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുന്നതിനും സഹായിച്ചു. ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണങ്ങൾ നടന്നാൽ അത് വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തുന്നതിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ കമ്മീഷൻ അതീവ ജാഗ്രതയാണ് പുലർത്തിയത്. അക്രമികൾക്ക് യാതൊരു വിധത്തിലുള്ള ഒത്താശയും ലഭിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതോടെ അവർക്ക് തങ്ങളുടെ സ്വാഭാവികമായ ആക്രമണ ശൈലിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നു. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ആദ്യഘട്ടം നൽകുന്ന പാഠം വളരെ വലുതാണ്. ഭരണകൂടത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുമെന്നതിനാണ് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. ജനങ്ങളുടെ സമ്മതിദാനാവകാശത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഏത് ആക്രമണ ശക്തിയും കൃത്യമായ ആസൂത്രണവും കർശനമായ നിയമ നടപടികളും കൊണ്ട് നേരിടാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും വലിയൊരു പാഠമാണ്. ജനാധിപത്യം എന്നത് രാഷ്ട്രീയ ഗുണ്ടകളുടെ കയ്യിലെ കളിപ്പാവയല്ല എന്നും അത് ജനങ്ങളുടെ വിവേകപൂർണമായ തീരുമാനങ്ങളാണ് എന്നും ബംഗാളിലെ ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന ഘട്ടങ്ങളിലും ഇതേ നിലവാരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരുകയാണ് എങ്കിൽ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയ ആക്രമണങ്ങളുടെ കറ പുരണ്ട ഭൂതകാലത്തെ മറികടന്ന് തികച്ചും ജനാധിപത്യപരമായ ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു പരിവർത്തനത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന കാലം കൂടിയാണിത്. ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിനെ അധികാരത്തിൻ്റെ ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് ജനവിധിയിലൂടെ തന്നെ നിർണ്ണയിക്കപ്പെടേണ്ട ഒന്നായി മാറ്റിയെടുക്കാനുള്ള വലിയൊരു പോരാട്ടമാണ് ഇത്തവണ ബംഗാളിൽ നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന കർശനമായ നിലപാടുകളും ഒപ്പം ബംഗ്ലാദേശികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള അതിർത്തി സുരക്ഷാ ചർച്ചകളും ചേരുമ്പോൾ അത് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ വിജയസാധ്യതയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നത് നിസ്തർക്കമാണ്. ഇതിനെ കേവലം ഒരു തെരഞ്ഞെടുപ്പ് നടപടിയായി മാത്രം കാണാതെ ബംഗാളിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ വലിയൊരു മാറ്റമായി വേണം വിശകലനം ചെയ്യുവാൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ നടപടികൾ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.
മുൻകാലങ്ങളിൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വേളകളിൽ ഭരണകൂടത്തിന്റെ ഒത്താശയോടെയോ അല്ലാതെയോ നടന്നിരുന്ന അമിതമായ ഇടപെടലുകൾക്കും പോളിംഗ് ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള അനാവശ്യമായ സമ്മർദ്ദങ്ങൾക്കും ഇത്തവണ കമ്മീഷൻ വലിയ തടയിട്ടിരിക്കുകയാണ്. കേന്ദ്രസേനയെ വൻതോതിൽ വിന്യസിച്ചും പോളിംഗ് ബൂത്തുകളിൽ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചും സുരക്ഷാ ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടഞ്ഞും തൃണമൂലിന്റെ മസിൽ പവർ അഥവാ പേശീയ ബലത്തെ വലിയൊരു അളവോളം ദുർബലം വരുത്തിയിട്ടുണ്ട്. ബൂത്തുകളിൽ തങ്ങളുടെ അനുയായികളെ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതോടെ ഭരണകക്ഷിക്ക് അവരുടെ സ്വാഭാവികമായ വിജയ ഫോർമുലയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സുതാര്യമാക്കുന്നുണ്ട് എങ്കിലും തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ മാർജിൻ കുറയുവാൻ ഇത് കാരണമാകും. അതിർത്തി സുരക്ഷയും ബംഗ്ലാദേശികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ രാഷ്ട്രീയ ആയുധങ്ങളായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP, ബംഗാളിലെ ജനസംഖ്യാ ഘടനയെ സംബന്ധിച്ച നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും ശക്തമായ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അത് അതിർത്തി പ്രദേശങ്ങളിൽ വലിയൊരു ധ്രുവീകരണത്തിന് വഴിയൊരുക്കും. ഇത്തരത്തിൽ സുരക്ഷാ ഏജൻസികളോ സർക്കാർ ഏജൻസികളോ എടുക്കുന്ന ഏതൊരു ശക്തമായ നടപടിയും അതൊരു വിദേശീയരെ പുറത്താക്കാനുള്ള നടപടിയായാലും അല്ലെങ്കിലും രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുകയും അത് തൃണമൂലിൻ്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ തൃണമൂൽ ശ്രമിക്കുമ്പോൾ അതിർത്തി സുരക്ഷയെ മുൻനിർത്തി ദേശീയത സംസാരിക്കുന്ന പ്രതിപക്ഷം ഈ വിഷയങ്ങളെ പ്രചാരണമാക്കുന്നത് ഭരണകക്ഷിയുടെ വോട്ട് ശതമാനത്തെ ബാധിക്കും. ഈ വിഷയത്തിൽ ഭരണകൂടം സ്വീകരിക്കുന്ന മൗനമോ അതോ അതിനെതിരെയുള്ള എതിർപ്പോ വോട്ടർമാർക്കിടയിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷമായ പ്രവർത്തനവും അതിർത്തി പ്രദേശങ്ങളിൽ ഉയർന്നുവരുന്ന സുരക്ഷാ സാമൂഹ്യ വിഷയങ്ങളും തൃണമൂൽ കോൺഗ്രസിനെ ഒരു വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ഫലത്തെ അനുകൂലമാക്കാൻ കഴിഞ്ഞിരുന്ന പണ്ടത്തെ രീതികളിൽ നിന്ന് മാറി ഇത്തവണ കൂടുതൽ കഠിനമായ ഒരു മത്സരത്തെയാണ് അവർ അഭിമുഖീകരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കമ്മീഷന്റെ കർശനമായ നിരീക്ഷണങ്ങളും ചേർന്നുമ്പോൾ തൃണമൂലിന്റെ വിജയസാധ്യതകൾ മുൻപത്തെ അപേക്ഷിച്ച് ഏറെ അവ്യക്തമായി തീർന്നു. ഏതായാലും വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ജനങ്ങൾ ആർക്ക് അനുകൂലമായി വിധി എഴുതുമെന്നും ഭരണകൂടത്തിന്റെ ഈ പുതിയ വെല്ലുവിളികൾ എങ്ങനെയായിരിക്കും ബംഗാളിലെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നതെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി പശ്ചിമ ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം അക്രമത്തിന്റെയും ഭയത്തിന്റെ നിഴലിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം ഉയരുന്ന ആക്രമണങ്ങളും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് ശേഷം ജയിച്ചവർ തോറ്റവരെ വേട്ടയാടുന്ന പോസ്റ്റ് പോൾ വയലൻസ് എന്ന ദുരവസ്ഥയും ബംഗാളിലെ ജനാധിപത്യത്തെ മുറിവേൽപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവന അതീവ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 7 ദിവസത്തേക്ക് കേന്ദ്രസേന ബംഗാളിൽ തുടരുമെന്ന ഈ തീരുമാനം ബംഗാളിന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച കർശനമായ നടപടികളും കേന്ദ്രസേനയുടെ വിന്യാസവും വഴി രാഷ്ട്രീയ ഗുണ്ടായിസത്തെയും ഭീഷണിപ്പെടുത്തലുകളെയും ഫലപ്രദമായി തടയുവാൻ കഴിഞ്ഞു എന്നതാണ് ഈ പ്രഖ്യാപനത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നത്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അണികൾ നടത്തുന്ന ആക്രമണങ്ങൾ വോട്ടർമാരിൽ വലിയൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാറുണ്ടായിരുന്നു. ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തുന്നവരെ തടയുക, പോളിംഗ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, വോട്ടർമാരെ സ്വാധീനിക്കാൻ ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിക്കുക തുടങ്ങിയ പ്രവണതകൾ മുൻകാലങ്ങളിൽ വളരെ വ്യാപകമായിരുന്നു. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തിയ അതീവ ജാഗ്രത ഈ രീതികളെ പാടെ തകിടം മറിച്ചു. കേന്ദ്രസേനയെ വൻതോതിൽ വിന്യസിച്ചും ഓരോ പോളിംഗ് ബൂത്തിലും മൈക്രോ ഒബ്സർവർമാരെ നിയമിച്ചതും വഴി ഗുണ്ടകൾക്ക് വോട്ടർമാരെ സമീപിക്കുവാൻ കഴിയാത്ത ഒരു സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കാൻ കമ്മീഷൻ സാധിച്ചു. വോട്ടെടുപ്പ് ദിവസങ്ങളിൽ വലിയൊരു ശതമാനം വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിയത് ഈ സുരക്ഷാ കവചത്തിന്റെ ബലം കൊണ്ടാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം കേന്ദ്രസേന തെരഞ്ഞെടുപ്പിന് ശേഷവും ബംഗാളിൽ തുടരുമെന്ന തീരുമാനത്തെ വിലയിരുത്താൻ. തെരഞ്ഞെടുപ്പ് ദിവസം മാത്രം സമാധാനം നിലനിർത്തിയാൽ പോരാ, ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള ദിവസങ്ങളാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രതികാര നടപടികളും അക്രമങ്ങളും അരങ്ങേറുന്ന തടയുവാൻ കേന്ദ്രസേനയുടെ സാന്നിധ്യം അനിവാര്യമാണ്. ജനാധിപത്യപരമായ അധികാരം മാറുന്ന സാഹചര്യത്തിൽ തോറ്റവർ വിജയിച്ചവരെ ആക്രമിക്കുമെന്ന ഭയം ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. സാധാരണക്കാരായ വോട്ടർമാർക്ക് താൻ ആർക്ക് വോട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം ഭീഷണി നേരിടേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ഈ നടപടിക്ക് കഴിയും. രാഷ്ട്രീയ അതിക്രമങ്ങൾ നടത്തി എതിരാളികളെ നിശബ്ദമാക്കുന്ന പതിവ് ശൈലിക്ക് കേന്ദ്രസേനയുടെ തുടർച്ചയായ സാന്നിധ്യം വലിയൊരു തിരിച്ചടിയായിരിക്കും. അമിത്ഷായുടെ ഈ പ്രഖ്യാപനം കേവലം ഒരു സുരക്ഷാ നടപടി മാത്രമല്ല, മറിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ സാധാരണക്കാരൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. കേന്ദ്രസേനയുടെ സാന്നിധ്യം ഒരു ഡിറ്റർജന്റ് അഥവാ അക്രമം ചെയ്യാൻ മുതിരുന്നവർക്ക് ഒരു താക്കീത് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. സംസ്ഥാന പോലീസിനെ മാത്രം ആശ്രയിക്കുമ്പോൾ പലപ്പോഴും പക്ഷപാതപരമായ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബംഗാളിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ കേന്ദ്രസേനയുടെ നിഷ്പക്ഷമായ ഇടപെടൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ നോക്കുന്ന അക്രമകാരികൾക്ക് തങ്ങൾ നിയമത്തിന് മുന്നിൽ പെട്ടുപോകുമെന്ന ഭയം ഇത് നൽകുന്നു. ഇത് ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ്.
അവസാനമായി പശ്ചിമ ബംഗാൾ ഒരു പുതിയ രാഷ്ട്രീയ ഉണർവിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരം നടപടികൾ ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ നിലപാടും കേന്ദ്രസേനയുടെ തുടർച്ചയായ സാന്നിധ്യവും ചേരുമ്പോൾ അക്രമം കൊണ്ട് ജനവിധി മാറ്റാമെന്ന് വിശ്വസിക്കുന്നവർക്ക് തിരിച്ചടിയാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയമായി വിയോജിപ്പുകൾ ഉണ്ട് എങ്കിലും അക്രമരഹിതമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാൻ കഴിയുക എന്നത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും പ്രാഥമികമായ കടമയാണ്. ബംഗാളിലെ ഓരോ വോട്ടർമാർക്കും തങ്ങളുടെ സമ്മതിദാനാവകാശം ഭയമില്ലാതെ വിനിയോഗിക്കാനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സമാധാനത്തോടെ ജീവിക്കാനും സാധിക്കണം. അതിനുള്ള ശക്തമായ ഉറപ്പാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുന്ന കേന്ദ്രസേനയുടെ സാന്നിധ്യം നൽകുന്നത്. അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ച് ജനാധിപത്യപരമായ വികാസത്തിലേക്ക് ബംഗാളിനെ നയിക്കുവാൻ ഇത്തരം ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ വരും കാലങ്ങളിലും ആവശ്യമായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.